അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിൽ വരുമെന്ന് ഉറപ്പ് ലഭിച്ചതായി കായികമന്ത്രി വി അബ്ദുറഹ്മാൻ. ഒക്ടോബറിൽ മത്സരവും നടത്തുമെന്ന് കായികമന്ത്രി അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഒരു അധിക ബാധ്യതയും ഇല്ലെന്നും മാച്ച് ഫീ സ്പോൺസർ അടച്ചതായും വി അബ്ദുറഹ്മാൻ. ഇന്ന് സ്പോൺസർ അവർക്ക് ആവശ്യമായുള്ള മാച്ച് ഫീ അയച്ചു എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി മറ്റു തടസ്സങ്ങളൊന്നുമില്ല. ലോക ഫുട്ബോൾ രാജാക്കന്മാർ കേരളത്തിൽ വരുമ്പോൾ അവർക്ക് കേരളത്തിന്റെ അതിഥികളായിട്ടാണ് അവരെത്തുക. അവർക്ക് ആവശ്യമായുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ള ഗവൺമെന്റ് ബാധ്യതയാണ്. അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കളിയുമായി ബന്ധപ്പെട്ട വേദികൾ ഏതാണെന്നുള്ളത് നമുക്ക് തീരുമാനിക്കേണ്ടതുണ്ട്. 2 വേദികളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ പരിശോധിച്ചതിന് ശേഷം അവരെത്തും. അതൊരു ഈ അടുത്ത ആഴ്ചയോ അതിന് തൊട്ടടുത്ത ആഴ്ചയോ അവർ കേരളത്തിലെത്തും. ജനറൽ ഫുട്ബോൾ മാനേജ്മെന്റുമായി സംയുക്ത പ്രസ്താവന നടത്താനാണ് നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ ശാന്തകുമാർ വെള്ളാലത്താണ് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നത്. ശാന്തകുമാർ, മെസ്സി എത്തുകയാണ് എന്ന് കായികമന്ത്രി ഉറപ്പിച്ച് പറയുകയാണ്. സ്പോൺസർ മാച്ച് ഫീ അടച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. സർക്കാരിന് അധിക ബാധ്യതയൊന്നുമില്ല. പക്ഷേ ഡേറ്റ് ഇനിയിപ്പോൾ അർജന്റീന മാനേജുമായി ചേർന്ന് സ്പോൺസറുമായി എല്ലാം ചേർന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണല്ലോ മന്ത്രി പറയുന്നത്. അപ്പോൾ ഈ വിരാമത്തിന് അല്ലെങ്കിൽ ഈ ഒരു അനിശ്ചിതത്വത്തിന് പൂർണ്ണമായ വിരാമമായിരിക്കുകയാണോ? മന്ത്രിയുടെ വാക്കുകൾ അങ്ങനെ തന്നെ വേണം നമുക്ക് കരുതാൻ ബിനിൽ. കാരണം അർജന്റീനൻ ടീം ഒക്ടോബറിൽ മത്സരത്തിന് എത്തും, കേരളത്തിലെത്തും എന്നാണ് ഇപ്പോൾ ഒരു ധാരണ ആയിരിക്കുന്നത്. അത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായുള്ള ഒരു സംയുക്ത പ്രഖ്യാപനം അധികം വൈകാതെ ഉണ്ടാവും. സർക്കാരിന് ഇതിലധികം ചെലവില്ല. നേരത്തെ വിവാദമാവുകയും തർക്കങ്ങളെല്ലാം ഉണ്ടാവുകയും ചെയ്തിരുന്ന ഇതിന്റെ മാച്ച് ഫീ അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. പക്ഷേ അത് സ്പോൺസർമാർ ഇപ്പോൾ അടച്ചു. ആ മാച്ച് ഫീ അടച്ചതോടുകൂടി തന്നെയാണ് അർജന്റീനൻ ടീമും മെസ്സിയും കേരളത്തിലേക്ക് വരും എന്ന് ഉറപ്പായിരിക്കുന്നത്. തിരുവനന്തപുരം അതുപോലെ തന്നെ കൊച്ചിയുമാണ് ഇപ്പോൾ വേദികൾ കണക്കാക്കുന്നത്. അത് ഏതൊക്കെ വേണം എന്നുള്ളത് സൗകര്യങ്ങൾ കൂടി പരിശോധിച്ച് അത് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായി ഒരു പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനമുണ്ടാവുക. എന്തായാലും കേരളത്തിൽ അർജന്റീനൻ ടീമും മെസ്സിയും ഉൾപ്പെടെ കേരളത്തിലെത്തുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ തന്നെയാണ് കായിക മന്ത്രി അബ്ദുറഹ്മാന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത്. ബിനിൽ, ഓക്കെ, അങ്ങനെ തന്നെ മനസ്സിലാക്കാം. മെസ്സി എത്തുമെന്നാണ് മന്ത്രി ഉറപ്പിച്ച് പറയുന്നത്. സ്പോൺസർ പൈസ അടച്ചു എന്നും മന്ത്രി ഉറപ്പിച്ച് പറയുന്നു. ശാന്തകുമാറാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത്.